ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു പച്ചക്ക വെച്ചിട്ട് നല്ലൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനതിന് 3 കായ പച്ചക്ക, അതായത് ഏത്തക്ക, ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴുകി എടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ, പിന്നെ ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ചതച്ചിടാനാണ്. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് താളിച്ചിടാനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് അരി എടുത്ത് വെച്ചിട്ടുണ്ട്, അരിയും കൂടെ ചേർത്തിട്ടാണ് താളിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞതുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ ചിരവി എടുത്തിട്ടുണ്ട്. അത് ഇതിന് നമ്മൾ വഴറ്റാൻ നേരത്ത് താളിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് വേണം, പിന്നെ കടുക്, ഉപ്പ്, എണ്ണ, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേണം. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇത് ഇതുപോലെ ചതച്ചെടുത്താൽ മതിയാവും. ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതിൽ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ചേർത്തിട്ടാണ് അരപ്പ് അരച്ചെടുത്തത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിത് അടച്ചു വെച്ചു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേകുമ്പോഴേക്കും നമുക്ക് അരപ്പ് ചേർക്കണം. അപ്പോൾ അത് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ. നമുക്ക് തുറന്നു നോക്കാം. ഇതിപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെയൊന്ന് മൂടി വയ്ക്കണം. ഇനിയിപ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും വെള്ളം മതിയാവും. അപ്പോൾ ഇനി ഒന്ന് മൂടി വയ്ക്കാം. ഒന്നുകൂടെ ഒന്ന് വേവട്ടെ. അടച്ചു വയ്ക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട, കുറച്ചൊരു മീഡിയത്തിൽ വെച്ചാൽ മതി. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് പറ്റി വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് വെള്ളമെല്ലാം ഒന്ന് പറ്റി വരട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം ആയി, വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് അതിനെ എല്ലായിടത്തും കൂടെ യോജിപ്പിക്കാം. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് താളിച്ചിടണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. നമുക്ക് താളിച്ചിടാം. ഞാനിവിടെ പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടാവട്ടെ. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. പിന്നെ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഉള്ളി, മുളക് എല്ലാം തന്നെ വറുത്ത് വെക്കണം. നമുക്ക് തോരൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കാം.
അപ്പോൾ പച്ചക്കായ തോരൻ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള തോരനാണിത്. നിങ്ങളും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.